ഹായ് കൂട്ടുകാരെ, പൂക്കളെ ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാം. കാരണം ഇന്ന് ഞാൻ നടാൻ പോകുന്നത് പൂച്ചെടികളാണ്. എൻ്റെ പൂച്ചെടി മാതൃചെടിയിൽ നിന്ന് ഞാൻ മെല്ലെ ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് വേറെ പോട്ടിലേക്ക് നടാൻ പോകും. എന്നാ പിന്നെ കാണിച്ചു തരാം. കണ്ടില്ലേ, ഈ ചെടിയെ ഞാൻ പീസാക്കിയിട്ട് വേറെ പോട്ടിലേക്ക് നടാൻ പോവുക. ഇവിടൊക്കെ ഞാൻ നട്ടിട്ടുണ്ട്, അങ്ങനെ ആളായി വരുന്നേ ഉള്ളൂ. ഇതാ നിറയെ മുട്ടും പൂവൊക്കെ ആയി വരുന്നേ. ഇത് നമുക്ക് പൂവിട്ട് കഴിഞ്ഞതാ, ഒന്ന് വെട്ടി പോക്കണം, ഇതിന് പ്രൂണിങ് ചെയ്യണം. ഇതിന്നാണ് ഞാൻ എടുക്കുന്നത്. ഇതാ ഇവിടെ പൂക്കൾ വരാൻ തുടങ്ങി. ഇപ്പൊ ഈ ഡെയ്സി പൂവാണ് ഞാൻ വേറൊരു പോട്ടിലേക്ക് മാറ്റുന്നത്. ഈ തണ്ട് നമുക്കങ്ങ് മുറിച്ച് മാറ്റണം, കാരണം ഇതൊക്കെ പൂവായി സമയമൊക്കെ കഴിഞ്ഞ് കരിഞ്ഞു പോയി. ഇനി അത് വെട്ടി മാറ്റിയാലേ അവിടെ വേറെ പൂ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ അങ്ങ് വെട്ടി പോക്കിയാൽ മതി. അപ്പൊ അതിന്റെ അടിയിൽ നിന്ന് വേറെ അങ്ങ് വരും. ചെറിയ തളിര് വന്നാൽ നിറയെ പൂക്കളായിരിക്കും. വെട്ടുമ്പോ ശ്രദ്ധിക്കണം, ഇളമ ഉണ്ടാവും. ഇതും ഈ ചെടിയിൽ നിന്ന് ഞാൻ അടിയോട് കൂടെ കത്തി കൊണ്ട് ഇങ്ങനെ വേരുതാ, കുറച്ച് പേരുണ്ട് ഇതിമേല്. ആ വേരോട് കൂടി ഇങ്ങെടുത്ത് ഇത് ഞാൻ വേറൊരു പോട്ടിലേക്ക് നടാൻ പോകട്ടെ. ഇതിങ്ങനെ വെട്ടിയെടുത്ത് കഴിഞ്ഞാല് ഇത് ചുറ്റൂനി ഉണ്ടായിക്കോളും, നല്ല വിസ്താരത്തിലുണ്ടാവും. അങ്ങനെ ഉണ്ടായത് അതൊക്കെ, ഇതെല്ലാം അങ്ങനെ ഉണ്ടായതാ. പൂടാൻ ഒരുങ്ങി. ഇവിടെ പൂവിട്ടില്ല, ആളായി വരുന്നേ ഉള്ളൂ. ഇവിടെ പൂവിട്ട് കഴിഞ്ഞു. അപ്പൊ ഞാൻ നടാൻ പോട്ടെ. ഈ പോട്ടിലാണ് ഞാൻ നടാൻ പോകുന്നത്. ഞാൻ വേറൊരു ചെടി ഇതിലുണ്ടായിരുന്നു, അതൊക്കെ ഇപ്പം പോയി. അതുകൊണ്ട് ഞാൻ ഈ പോട്ട് എടുത്തു വെച്ചത്. ഈ പോട്ടിലാണ് ഞാൻ നടുന്നത്. നിറയെ ഹോൾസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഈ പോട്ടില് അടിയിൽ ഞാൻ ചകിരി ഇടുന്നുണ്ട്. ചകിരി ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മണ്ണ് അല്ലെങ്കിൽ ഒഴിച്ചു പോയി, ഇതിലുള്ള വളവും മണ്ണൊക്കെ അങ്ങോട്ട് ഒഴിച്ചു പോയിക്കളയും. അപ്പൊ ഞാൻ അടിയിൽ ചകിരി ഇടും, അതിന് ശേഷമാണ് ഞാൻ മണ്ണിടുന്നത്. മണ്ണല്ല, സൂപ്പർ മണ്ണാ, അടിപൊളി മണ്ണാ. ഇതാ കണ്ടില്ലേ കളറ്. കൊറേ മാസങ്ങളോളം കരിയിലൊക്കെ വന്ന് അടിഞ്ഞ് അതില് മഴ പെയ്ത് മണ്ണ് വന്ന് വീട് അങ്ങനെ അങ്ങനെ നിറഞ്ഞതാ. അതായി പിന്നെ കണ്ടോ, കറുപ്പ് കളറാ. ഇത് പ്രത്യേകമായൊരു വളം ചെയ്യണ്ട. ഇതിന്റെ കല്ലുണ്ട്, കല്ല് ഞാൻ മാറ്റി. മണ്ണാലും ഞാൻ പച്ച ഇത് കൊന്നേന്റെ ചീമക്കൊന്നേന്റെ ഇല്ല, ആ ഒരു പച്ചില എപ്പോഴും നല്ലതാണ് നമ്മൾ നടുമ്പോ. ഞാൻ പിന്നീട് ഞാൻ അതിനൊന്നും ചെയ്യുന്നില്ലല്ലോ, നനച്ചു കൊടുക്കൽ മാത്രമേ ഉള്ളൂ വേനൽക്കാലായാലും. അപ്പൊ അതിലേക്കും ഞാൻ കുറച്ച് മണ്ണിടും. മണ്ണല്ല ഞാന് ഇങ്ങനെ ബക്കറ്റിൽ ഇവിടെ കൊണ്ടുപോയി വെച്ചതാ. മഴയാണ്, ഇപ്പാണ് മഴ കുറച്ചൊന്ന് കുറഞ്ഞത്. ഇതിലൊക്കെ കല്ലുണ്ട് ഈ മണ്ണിൽ. ഇടയ്ക്കൊരു പച്ച ഇലയൊക്കെ ഇടുന്ന എന്താന്ന് പറഞ്ഞാല് അതൊക്കെ വളമായി മാറും. പിന്നെ ഈ മണ്ണ് ഉറച്ചു പോകില്ല. മണ്ണ് ഉറച്ച് പാറ പോലെ ആയാല് വേരുകൾക്ക് ഓടാൻ കഴിയില്ലല്ലോ. അപ്പൊ ഞാനതില് പിന്നെ കരിയില, പച്ചയില, ചകിരി, അടുക്കള വേസ്റ്റ് എല്ലാം ഇടും. ഇത് കരിയില കമ്പോസ്റ്റ് തന്നെയാണ്, അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ കരിയിലൊന്നും ഇടുന്നില്ല. അപ്പൊ മണ്ണിട്ട് കഴിക്കും. കണ്ടില്ലേ, അല്ല വളക്കൂറുള്ള നല്ല മണ്ണ്. അതിലേക്ക് ഞാൻ നടാൻ പോവുക. ഇതൊരു 4 പാത്രത്തിൽ നടാനുണ്ട്. ഇതിങ്ങനെ ചുറ്റും പൊട്ടി 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 ഉണ്ടാവും. അപ്പൊ ഞാനിത് 3 പാത്രത്തിൽ നടുന്നുണ്ട്, 3 ചട്ടിയില്. ഇതാ വേരുണ്ട്, ഇതിമേല് വേരുണ്ട്. വേരോട് കൂടെ ഞാൻ പറിച്ചെടുത്ത് ഞാൻ 3 നടട്ടെ. ഇനി വേറെ പാത്രത്തിലും കൂടെ നടും. അപ്പൊ നട്ട് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഒരു പോട്ടിൽ നിറഞ്ഞു. ഞാൻ വേറൊരു പോട്ടിലും കൂടി എടുക്കട്ടെ. അപ്പൊ കുറേ നട്ടാലുണ്ടല്ലോ, അപ്പൊ നിറയെ പൂക്കളാവും. പ്രത്യേക ഒരു രസമാണ്. നമുക്ക് ഫ്ലവർ ഷോ കാണാൻ വേറെ വണ്ടി എടുത്ത് പോയൊന്നും വേണ്ട, നമ്മളെ മുറ്റം തന്നെ മതി. നമ്മൾ മനസ്സ് വെച്ചാൽ നമ്മളെ മുറ്റം തന്നെ നമുക്കൊരു ഫ്ലവർ ഷോ ആക്കാം. അടിപൊളിയാണ്. ഇതാ
നട്ടത് കണ്ടില്ലേ? ഇത് വലിയ പോട്ടിലേക്ക് നട്ടതാണ്. ഇതൊരു കുഞ്ഞു പോട്ടിലേക്കാണ് നട്ടത്. ഇത് പോട്ടിന്റെ അടുത്ത് വലുതില്ല. ഞായിട്ട് അപ്പത്തിനൊക്കെ ഇതിൽ ഉഷാറാവട്ടെ, എന്നിട്ട് മാറ്റി നടാ. ഇത് പിന്നെ പെർമനന്റ് തന്നെയാ, അതങ്ങ് ഉഷാറായി വരും. ഇന്ന് നല്ല വളക്കൂറുള്ള മണ്ണും പച്ചില വെള്ളവും എല്ലാം ചേർക്കുന്നുണ്ടല്ലോ. മഴ നിന്നാ ഞാൻ നനച്ചു കൊടുക്കും. അങ്ങനെയാണ് ഞാൻ എൻ്റെ പൂച്ചെടികളൊക്കെ ഉണ്ടാക്കുന്നത്. ആ നട്ടതല്ല ഇതുപോലെ പൂവിടുന്നത് ഇൻഷാ അല്ലാ ഞാൻ കാണിച്ചു തരാം സമയമാകുമ്പോൾ. എൻ്റെ വീഡിയോയിൽ ഞാൻ എല്ലാം കാണിക്കും. ഞാൻ ഈ പൂക്കൾ അങ്ങ് വീഡിയോയിൽ അങ്ങ് ഷോർട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കൂ, ഇതിൻ്റെ തൈ തരുമോ, തണ്ട് തരുമോ, വിത്താണോ ഒന്ന് തരുമോ എന്നാ ചോദിച്ചുകൊണ്ട് നിൽക്കും. അപ്പം ഞാൻ ഉഷാറായി ഉണ്ടാവട്ടെ എന്ന് ഞാൻ തയ്യാക്കിയിട്ട് ഞാൻ എല്ലാവർക്കും വിതരണം ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. എനിക്കെന്നും ഓരോ ചെടി നട്ടിരിക്കണം. ഈ ചെടി നടുന്ന ഈ കൃഷിഭ്രാന്തി തലക്ക് പിടിച്ചുകൊണ്ട് എന്നും കൃഷി എന്തെങ്കിലും നട്ടുകൊണ്ടിരിക്കും. ഇന്നിപ്പം നട്ട് ഡേയ്സ്, നാളെ ചെറിയ അങ്ങനെ മുറ്റത്ത് നടക്കാം. കാരണം എന്താണെന്ന് ജൂൺ മാസമാണല്ലോ. നട്ട് കഴിഞ്ഞാൽ വേണ്ടത്ര പരിചരണമൊന്നും വേണ്ട, ഈ മഴ തന്നെ മതി. മഴയത്ത് ഉഷാറായിപ്പോ. പക്ഷെ ഞാൻ ഈ നട്ടതില്ലേ, ഈ നട്ടത് ഞാൻ ഇനി 2 ആഴ്ച പുറത്ത് വെക്കുക. പുറത്തുനിന്ന് പറഞ്ഞാൽ വെയിലും കൊള്ളിക്കൂല, മഴയും കൊള്ളിക്കൂല. ഒരു ICU തന്നെ ഉണ്ട് എനിക്ക് ചെടികൾക്ക്. അവിടെ വെച്ചിട്ട് ഞാൻ നനച്ചു കൊടുത്ത് ആളായി ഒന്ന് കരുത്ത് വന്നെന്ന് കണ്ടാൽ മാത്രമേ ഞാൻ പുറത്തേക്ക് എത്തുള്ളൂ. അങ്ങനെയാണ് എൻ്റെ ചെടി മുഴുവൻ ഉഷാറായി വെക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.